ഏൽ ഏൽ ലമാ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? യേശു കുരിശിൽ കിടന്ന് പാടിയ ഈ ഒരു പാട്ട്, ഇത് പാടിയ പാട്ടെന്ന് പറയാൻ കാരണം എന്താ പറയാമോ? സങ്കീർത്തനം 22-ാം അധ്യായത്തിലെ 1-ാമത്തെ വരികളാണിവ. യേശു കുരിശിൽ കിടന്നുകൊണ്ട് പാടിയ പാട്ടിൻ്റെ അർത്ഥമുണ്ട്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നാണ് പാടുന്നത്. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ ദൈവത്തോട് നിലവിളിക്കുന്നത്? എപ്പോഴാണ് യേശുവിനെ വിട്ട് ദൈവം വിട്ടുപോയത്? എപ്പോഴാണ്? ഇങ്ങനെ വിട്ടുപേക്ഷിക്കുന്ന ഒരു ദൈവമാണോ ദൈവം? പലപ്പോഴും ഈ ഒരു വരികൾ വായിക്കുമ്പോൾ, പാടുമ്പോൾ, യേശുവിൻ്റെ കുരിശിൽ കിടന്നുള്ള എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള വിലാപം കേൾക്കുമ്പോൾ നാം ഓരോരുത്തരും സംശയിക്കുന്ന ഒരു സംശയമായിരുന്നു. യഥാർത്ഥത്തിൽ സങ്കീർത്തനം 22-ാം അധ്യായം 1 മുതൽ സങ്കീർത്തനം 33-ാം അധ്യായം 4 വരെ യേശു കുരിശിൽ കിടന്ന് പാടുകയായിരുന്നു. ആ പാട്ടിൻ്റെ ആദ്യത്തെ വരിയാണ് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ളത്. സങ്കീർത്തനം 22-ാം അധ്യായത്തിൽ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, യേശുവിൻ്റെ കുരിശു മരണത്തെക്കുറിച്ചുള്ള പ്രവചന ഗീതമാണ് ആ ഗാനം. അവർ എൻ്റെ വസ്ത്രങ്ങൾക്ക് വേണ്ടി ചിട്ടികിട്ടു, അവർ എൻ്റെ കൈക്കാലുകൾ കുത്തിത്തുളച്ചു എന്നെല്ലാം ആ സങ്കീർത്തനങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും. ഈ ഒരു സങ്കീർത്തന ഗാനം യേശു അവസാനിപ്പിക്കുന്നത് സങ്കീർത്തനം 31-ാം അധ്യായം 5-ാം തിരുവചനം എത്തുമ്പോഴാണ്. എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവിനെ അങ്ങേ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തലചായ്ച്ച് മരിക്കുകയാണ്. അവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് നിലവിളിച്ചു എന്നാണ് മത്തായി ശ്ലീഹ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ നിലവിളിയെ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നത് തെത്തലസായി എന്നുള്ള നിലവിളിയായിട്ടാണ്. തെത്തലസായി എന്ന് പറഞ്ഞാൽ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നാണ് അർത്ഥം. യോഹന്നാൻ ശ്ലീഹ തെത്തലസായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തലചായ്ച്ച് മരിച്ചു എന്നാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എപ്പോഴാണ് യേശു ക്രിസ്തുവിനെ വിട്ട് ദൈവം ഉപേക്ഷിച്ചു പോയത്? ഗെത്സമേൻ തോട്ടത്തിൽ വെച്ചിട്ടാണോ യേശുവിനെ ദൈവം ഉപേക്ഷിച്ചു പോയത്? അതോ കുരിശിൽ കിടന്ന് പടഞ്ഞ് മരിക്കുമ്പോഴാണോ യേശുവിനെ ദൈവം വിട്ടുപോയത്? ഞാനിത് പറയാനുള്ള കാരണം, ഇന്ന് പല സഭകളിലും, അതായത് പല പെന്തക്കോസ്ത് സഭകളിലും പല പാസ്റ്റർമാരും ഇങ്ങനെ പഠിപ്പിക്കുന്നത് കാണുകയാണ്, ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് യേശുവിൽ നിന്ന് ദൈവം വിട്ടുപോയി, ലോകത്തിന്റെ എല്ലാ പാപങ്ങളും യേശുവിന്റെ മേൽ പ്രവേശിച്ചു, അങ്ങനെ പാപിയായ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി കുരിശിൽ തറച്ചു കൊന്നു, അതുകൊണ്ടാണ് യേശു എൻ്റെ ദൈവം എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് എന്ന് ചില സഭകൾ പഠിപ്പിക്കുകയാണ്. വേറെ ചില സഭകൾ ഇങ്ങനെ പറയുകയാണ്, യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുമ്പോൾ ആ മരിക്കുന്ന സമയം ഒരു നിമിഷത്തേക്ക് യേശുവിൽ നിന്ന് ദൈവം വിട്ടുപോയി, അപ്പോഴാണ് ഭൂമിയിൽ അന്ധകാരം വ്യാപിച്ചത് എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ യേശുവിൽ നിന്ന് ദൈവം വിട്ടുപോയിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്, യേശു ക്രിസ്തുവിൽ നിന്ന് ദൈവം ഒരിക്കലും വിട്ടുപോകുന്നില്ല. അതിനെയാണ് സഭ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പഠിപ്പിക്കുന്നത്. ദൈവമായ വചനമാകുന്ന ദൈവം തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ മനുഷ്യനായ അവതാരം എടുക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ചപ്പോൾ ആ ശരീരത്തെ ആദാനം ചെയ്തു. ആദാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനായി ഒന്നാക്കപ്പെട്ടു. അതായത് യേശു ക്രിസ്തുവിൽ ഒരു ദൈവിക സത്തയുമുണ്ട്, മാനുഷിക സത്തയുമുണ്ട്. എന്നാൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ ഒരേ ഒരു മനുഷ്യ ശരീരമേ ഉള്ളൂ. അതിൽ ഒന്നാക്കപ്പെട്ടിരിക്കുകയാണ്. വിഭജിക്കാനാകാത്ത വണ്ണം, മിശ്രിതമാകാത്ത വണ്ണം യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒന്നാക്കപ്പെട്ടിരിക്കുകയാണ്. മാർച്ച് 25-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ മംഗളവാർത്ത തിരുനാൾ. ആ ദിവസം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ ദൈവം ആ മനുഷ്യ ശരീരത്തെ ആദാനം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഇന്നുവരെയും സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഉപേക്ഷിക്കുന്ന പുത്രൻ തമ്പുരാൻ ഇന്നുവരെയും ആ മനുഷ്യ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തെ ദൈവമാതാവ് തിയോട്ടോക്കോസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ യേശുക്രിസ്തു എന്ന മനുഷ്യ ശരീരത്തെ വചനമാകുന്ന പുത്രൻ തമ്പുരാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഉപേക്ഷിക്കാൻ സാധ്യമല്ലാത്ത വണ്ണം ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ ഒന്നാക്കപ്പെട്ടത് കൊണ്ടാണ് മനുഷ്യകുലത്തിന് ശരീരത്തിന്റെ ഉയർപ്പും ആത്മാവിന്റെ രക്ഷയും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് യേശുക്രിസ്തു പറയുന്നതിന് കാരണം സങ്കീർത്തനം 22-ാം അധ്യായത്തിലുള്ള തന്റെ കുരിശുമരണത്തിന്റെ പ്രവചനങ്ങളാണ് ഇവിടെ പൂർത്തിയാക്കപ്പെടുന്നത് എന്നുള്ള വസ്തുതയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പാടുന്ന സങ്കീർത്തന ഗാനമാണ്. ഇത് മനസ്സിലാക്കാതെ യേശുക്രിസ്തുവിന് എപ്പോഴാണ് ദൈവം വിട്ടുപോയത് എന്നുള്ള സംശയങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാന ശില തന്നെയാണ് തെറ്റെന്ന് മനസ്സിലാക്കണം. കാരണം എന്താ പറയുമോ, യേശുക്രിസ്തു കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ അവിടെ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്, മരണം സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥമാണ് ക്രിസ്തുവിന്റെ മരണം. ഒരു മനുഷ്യന്റെ മരണത്തിൽ എന്ത് സംഭവിക്കുന്നു അവയെല്ലാം യേശുക്രിസ്തുവിൽ സംഭവിക്കുകയാണ്. അങ്ങനെ ക്രിസ്തു മരണം മനുഷ്യരിലൂടെ രുചിക്കുകയാണ്. ദൈവം കുരിശ് മരിക്കുമോ? ചില ചോദിക്കാറുണ്ട്, ദൈവം കുരിശ് മരിക്കുമോ? മരണമില്ലാത്തവനല്ലേ ദൈവം, അപ്പോൾ അവൻ എങ്ങനെയാണ് കുരിശിൽ മരിക്കുന്നത്? എന്നാൽ ദൈവം യേശുക്രിസ്തു എന്ന മനുഷ്യനിലൂടെ മരണത്തെ രുചിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ഒരു എൻഡ് പോയിന്റാണ്, അവസാനമാണ്, പിന്നെ ഒന്നുമില്ല. ദൈവത്തിന് അവസാനമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത്, മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല. ശരീരവും ആത്മാവും വേർപെടുന്ന ഒരു പ്രക്രിയ മാത്രമാണ് മരണം. ശ്രദ്ധിക്കണേ, എന്താണ് മരണം? നമ്മുടെ സാധാരണ മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് മനുഷ്യ ശരീരവും മനുഷ്യാത്മാവും വേർപെടുന്ന സമയമാണ് മരണം. യേശുക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യ ശരീരത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ മനുഷ്യാത്മാവ് വേർപെടുന്നു. അതാണ് ക്രിസ്തുവിന്റെ മരണം. അവിടെ ക്രിസ്തു മരിക്കുകയാണ്. അവിടുന്ന് തലചായ്ച്ചു മരിച്ചു. വിശ്വസർവമാനത്തിൽ പറയുന്നില്ലേ, അവിടുന്ന് മരിച്ചു. മരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവ് പാതാളങ്ങളിൽ ഇറങ്ങി. എന്താണ് ഈ പാതാളം? യേശുക്രിസ്തുവിന് മുമ്പ് വരെയുള്ള ഏതൊരു ആത്മാവും ആയിരിക്കുന്ന സ്ഥലമാണ് പാതാളം. മരണമടഞ്ഞ ആത്മാവ് പ്രവേശിക്കുന്ന സ്ഥലമാണ് പാതാളം. അതിനെ അബ്രാഹത്തിന്റെ മടി എന്ന് കൂടി പറയും. അബ്രാഹം ആയിരിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അബ്രാഹത്തിന്റെ മടി എന്ന് പറയുന്നത്. ലാസറിന്റെയും ധനവാന്റെയും ഉപമയിലെ പാതാളം എന്ന വാക്കുകൊണ്ട് അബ്രാഹത്തിന്റെ മടി എന്നാണ് യേശു പറയുന്നത്. അബ്രാഹത്തിന്റെ മടിക്കും, അതായത് പാതാളത്തിനും നരകത്തിനും ഇടയിൽ ഒരു ഗർത്തമുണ്ടെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട് ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ. ഇപ്പൊ നരകത്തിന്റെ മേൽത്തട്ടാണ് അബ്രാഹത്തിന്റെ മടി അഥവാ പാതാളം. അതിനിടയിൽ വലിയൊരു ഗർത്തമുണ്ടെന്ന് പറഞ്ഞ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കാൻ സാധിക്കാത്തവണ്ണം അടച്ചിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കുരിശു മരണം വരെ എല്ലാ ആത്മാക്കളെയും സൂക്ഷിക്കുന്ന സ്ഥലമാണ്, അതായത് നീതിമാന്മാരുടെ ആത്മാക്കളെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് പാതാളം എന്ന് പറയുന്നത്, അബ്രാഹത്തിന്റെ മടി എന്ന് പറയുന്നത്. യേശുക്രിസ്തു കുരിശിൽ മരിക്കുമ്പോഴും യേശുവിൻ്റെ ആത്മാവ് യേശുവിൻ്റെ ശരീരത്തെ വിട്ട് കടന്നു ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതേ അബ്രാഹത്തിന്റെ മടിയിലേക്കാണ്, അതായത് പാതാളത്തിലേക്കാണ്. അതുകൊണ്ടാണ് വിശ്വാസപ്രമാണത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നത് പാതാളങ്ങളിൽ ഇറങ്ങി എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ശരീരമോ തിരുക്കല്ലറയിൽ അടയ്ക്കപ്പെടുകയാണ്. ജീവനില്ലാത്ത ശരീരം, ജീവൻ വിട്ടുപോയ ശരീരം, തിരുമൃത ശരീരം. എന്നാൽ ആ തിരുമൃത ശരീരത്തെയും പാതാളങ്ങളിൽ ഇറങ്ങിയ ആത്മാവിനെയും മനുഷ്യാത്മാവിനെയും ദൈവവചനമാവുന്ന പുത്രൻ തമ്പുരാൻ വിട്ടുപിരിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്, നിശബ്ദമായിരിക്കുക, നിന്റെ ദൈവം ഈ കല്ലറയിൽ ഉറങ്ങുകയാണ്. സഭാപിതാക്കന്മാർ പറയുകയാണ്, നിശബ്ദമായിരിക്കുക, നിന്റെ ദൈവം ഈ കല്ലറയിൽ ഉറങ്ങുകയാണ്. കാരണം ജീവൻ നഷ്ടപ്പെട്ടു പോയ യേശു ക്രിസ്തുവിന്റെ മനുഷ്യ ശരീരത്തെയും ദൈവവചനമാകുന്ന പുത്രൻ തമ്പുരാൻ വിട്ടുപേക്ഷിക്കുന്നില്ല. പാതാളങ്ങളിൽ ഇറങ്ങിയ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാത്മാവിനെയും ദൈവം തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ വിട്ടുപിരിയുന്നില്ല. അതിനാൽ തന്നെ
കല്ലറയിൽ അടക്കപ്പെട്ട ശരീരം അഴുകുന്നുമില്ല. അതിനാൽ തന്നെ പാതാളങ്ങളിൽ ഇറങ്ങിപ്പോയ ആത്മാവിനെ ബന്ധിതമാക്കാൻ സാധിക്കുന്നുമില്ല. പാതാളങ്ങളിലേക്ക് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നപ്പോൾ ദൈവമുള്ള സ്ഥലം സ്വർഗമല്ലേ? പാതാളം ഒരു സ്വർഗമായി മാറുന്നു, പാതാളം ഒരു പറുദീസയായി മാറുന്നു. അതുകൊണ്ടാണ് വലത്തു ഭാഗത്തുള്ള കള്ളനോട് യേശു പറയുന്നത്, നീ നിന്നോട് പറുദീസയിലായിരിക്കും, അതുവരെ പാതാളത്തിലായിരിക്കുമെന്നാണ് നീതിമാന്മാരായ സകല പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നത്. യാക്കോബ് തന്റെ പുത്രനായി ജോസഫ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഭാഗം ഉൽപ്പത്തിയിലുണ്ട്. നിങ്ങൾ എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ സ്വസ്ഥമായി വിടുകയില്ലേ എന്നാണ് യാക്കോബ് ചോദിക്കുന്നത്, പൂർവ്വപിതാവായ യാക്കോബ്. എന്നാൽ ഇവിടെ യേശു പറുദീസ കാണിച്ചു തരികയാണ്. പാതാളം ഒരു പറുദീസയാക്കി മാറ്റപ്പെടുകയാണ്. അവിടെ മുതൽ യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനം കടന്നു വരിക. കാരണം പാതാളത്തിൽ ബന്ധിതമാകുവാൻ ദൈവത്തിന് ബന്ധിതമാകാൻ സാധ്യമല്ല. കല്ലറയിൽ അടക്കപ്പെട്ട തിരുമൃത ശരീരം ദൈവം വ്യാപരിക്കുന്നതിനാൽ അവിടെ അഴുകാതിരിക്കുകയാണ്. ഇതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ പത്രോസ് ശ്ലീഹായുടെ ആദ്യത്തെ പ്രസംഗം. എന്താ? യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യഥാർത്ഥമായ സത്യത്തെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി പത്രോസ് ശ്ലീഹ ദാവീദിന്റെ സങ്കീർത്തനം എടുത്തു പറയുകയാണ്. അതിനാൽ ദൈവം അവനെ ഉയർപ്പിച്ചു. കാരണം എന്താ? ഇങ്ങനെ പത്രോസ് ശ്ലീഹ പറയുക, അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല എന്ന ദാവീദ് സങ്കീർത്തകന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ നാം കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനാൽ യേശു ക്രിസ്തുവിന്റെ ശരീരവും യേശു ക്രിസ്തുവിന്റെ ആത്മാവും വീണ്ടും ഒന്നായി ചേരുമ്പോഴാണ് ഉത്ഥാനം സംഭവിക്കുന്നത്. നമ്മളിത് വ്യക്തമായി മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ഈ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഏക രക്ഷകനാണ്, യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കുന്നവരാണെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആത്മാവിന്റെ രക്ഷ മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ ഉയർപ്പ് കൂടിയാണ്. ഇന്ന് പല ക്രിസ്ത്യാനിക്കും ശരീരത്തിന്റെ ഉയർപ്പിൽ വിശ്വാസമില്ലെന്നേ. അവർ പലപ്പോഴും ധ്യാനം കൂടുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമായി മാറിയിരിക്കുന്നു. അങ്ങനെയല്ല. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നില്ലേ, ശരീരങ്ങൾ ഉയർപ്പിൽ കൃത്യമായ ജീവിതത്തിൽ നാം വിശ്വസിക്കുന്നത്. ശരീരങ്ങൾ ഉയർപ്പിൽ നാം വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാ? ക്രിസ്തുവിന്റെ ശരീരം ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ശരീരങ്ങളും ഉയർപ്പിക്കപ്പെടും. ക്രിസ്തുവിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു, മനുഷ്യാത്മാവ് കടന്നു വരുന്നു എന്നതുകൊണ്ട് നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. മനുഷ്യന്റെ രക്ഷ എന്ന് പറയുന്നത് ആത്മാവിന്റെ രക്ഷയും ശരീരത്തിന്റെ ഉയർപ്പും കൂടി ചേർന്നതാണ്. അതാണ് നമ്മെ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം ധ്യാനിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്ന വിഷയമെന്ന് മനസ്സിലാക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.